ഇന്ത്യയുടെ പുതിയ ടീമിനെ എല്ലാവരും കണ്ടിരിക്കും. വൈഭവ് സൂര്യവംശി, ശ്രേയസ് അയ്യർ ഉൾപ്പെടെയുള്ളവരൊക്കെ ടീമിലേക്ക് വന്നു. പുതിയ ടീം എന്തായാലും കിടിലൻ ടീമായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. സൂര്യകുമാർ യാദവ് അങ്ങനെ കുറച്ചധികം കാലത്തിന് ശേഷം ടീമിൽ നിന്ന് പുറത്തായി. ലോകകപ്പ് എടുത്ത് തന്നിട്ട് 3 മാസം ആയില്ലേ? എന്തായാലും 3 മാസത്തെ ഗ്യാപ്പിനപ്പുറം സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയും തെറിച്ചു, കൂടാതെ സൂര്യകുമാർ യാദവിന് ഇന്ത്യൻ ടീമിലെ പണിയും തെറിച്ചു. 2 കാര്യങ്ങൾ സൂര്യകുമാർ യാദവ് നഷ്ടമായി. ബാറ്റിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് എപ്പോഴേ ടീമിൽ നിന്ന് പുറത്താവേണ്ടതായിരുന്നു. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ഏഷ്യ കപ്പ് ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കി, വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കി. അങ്ങനെ നോക്കുമ്പോൾ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം മോശമില്ലാത്ത നല്ല കളി കളിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 52 കളികൾ ടോട്ടൽ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഇരുന്നു. 42 കളി ജയിച്ചു, 8 കളി ആണ് തോറ്റത്, 2 കളി നടന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റാറ്റാണ്. മോർ ദാൻ 80% ക്യാപ്റ്റൻസി റെക്കോർഡ്, സക്സസ്ഫുൾ ക്യാപ്റ്റൻസി റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ബാറ്റിംഗ് ഭയങ്കര മോശമാണ്. ഏജും നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനി ടീമിൽ നിർത്തണ്ടാന്ന് BCCI തീരുമാനിച്ചു. ശ്രേയസ് അയ്യർ ശ്രേയസ് അയ്യർ 2020 ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു. ഡിസർവിംഗ് ആണ് ശ്രേയസ് അയ്യർ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പഞ്ചാബിന് വേണ്ടിയിട്ടും പിന്നെ കൊൽക്കത്തയെ IPL ചാമ്പ്യന്മാരാക്കി. പഞ്ചാബിനെ കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ എത്തിച്ചു. ഈ സീസണിൽ തുടക്കങ്ങളിലൊക്കെ നല്ല പ്രകടനമായിരുന്നു, അവസാനമായപ്പോൾ മങ്ങിപ്പോയിന്നേ ഉള്ളൂ. നല്ല ക്യാപ്റ്റൻസി പ്രകടനവും നല്ല ബാറ്റിംഗ് പ്രകടനം. എന്തായാലും അദ്ദേഹം ഡിസർവിംഗ് ആണ് ഇന്ത്യൻ ടീമിലും ക്യാപ്റ്റൻസി നിലയിലും, ഒരു ഡൗട്ടും ഇല്ല. വൈഭവ് സൂര്യവംശി എപ്പോഴാണ് ആ വിളി വരിക എന്ന് മാത്രമേ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. ആ വിളി എന്തായാലും വൈഭവിനെ തേടി എത്തി. അപ്പോൾ സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയതിൽ വലിയൊരു ജനരോക്ഷം അല്ലെങ്കിൽ വലിയൊരു ദുഃഖമൊന്നും ആർക്കും ഉണ്ടാവില്ല. ഓൾറെഡി പ്രഡിക്റ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും ബാറ്റിംഗ് ഫോമും ഒക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ പ്രഡിക്റ്റഡ് ആണ്. ഇനി അദ്ദേഹത്തെ ബാക്ക് ചെയ്യില്ല. സൂര്യവംശി വന്നതോടുകൂടി ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു ഇഷ്യൂ പൊട്ടിപ്പറപ്പെടാൻ സാധ്യതയുണ്ട്. സൂര്യവംശി ഇടത് കൈയിലാണ്. എന്തായാലും സൂര്യവംശിനെ ടീമിൽ നിലനിർത്തുകയും ചെയ്യും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും നിലനിർത്തും. കൂടെ ആരെ ഓപ്പൺ ചെയ്യും? ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യോ? റൈറ്റ് ഹാൻഡർ ആയിട്ടുള്ള സഞ്ജു വി സാംസൺ ഓപ്പൺ ചെയ്യും. സഞ്ജുവിൻ്റെ മേൽ തന്നെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം സൂര്യകുമാർ യാദവ് പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിക്ക് കൂടുതൽ ക്യാപ്റ്റൻസി ഒന്നുകൊണ്ട് ഏറ്റെടുക്കാൻ കൂടുതൽ ഒരു സാധ്യതയുള്ളത് സഞ്ജു ആണെന്നൊക്കെ പ്രവചിച്ചിരുന്നു. പക്ഷേ സഞ്ജുവിനെ കൊടുത്തില്ല, അയ്യർക്ക് കൊടുത്തത് ആർക്കും കുഴപ്പമൊന്നുമില്ല, ഡിസർവിംഗ് ആണ്. പക്ഷേ വൈസ് ക്യാപ്റ്റൻ പദവി പോലും കൊടുത്തില്ല. സഞ്ജുവിനെ ഉന്നം വെച്ചിട്ടാണോ ഇപ്പോൾ വൈഭവിനെ ടീമിലെടുത്തത്? ഇനി വൈഭവും അഭിഷേകും കൂടി ഓപ്പൺ ചെയ്ത് സഞ്ജുവിനെ പുറത്തിരുത്താനുള്ള പരിപാടിയാണോ, അത് സഞ്ജുവിനെ ഓപ്പണിംഗ് സാറ്റിന് ലോവർ ഓർഡറിലേക്ക് ഇറക്കാനുള്ള പരിപാടിയാണെന്നൊന്നും അറിയില്ല. എങ്കിലും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേൾഡ് കപ്പ് പുറത്താകേണ്ട സമയത്ത് വേൾഡ് കപ്പിൽ വെർച്വൽ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നെടുന്തൂണായത് സഞ്ജു വി സാംസണാണ്. ആ ഒരു വ്യക്തിയും കൂടി ഉള്ളത് കൊണ്ടാണ് ഇന്ത്യക്ക് കപ്പ് എടുക്കാൻ പറ്റിയത്. അത് കാര്യം ഓർക്കണം. കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്ന സമയത്ത് വേൾഡ് കപ്പിലെ അത്രയ്ക്കും പ്രഷർ ഗെയിമായ വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 97 റൺസ്, പിന്നെ തുടരെ സെമി ഫൈനലിലും ഫൈനലിലും 89 സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ് സഞ്ജു വി സാംസൺ. അദ്ദേഹത്തെ തഴഞ്ഞ് അഭിഷേക് ശർമ്മയ്ക്കും നമ്മുടെ വൈഭവിനും ഓപ്പണിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലൊരു നീതിയല്ല, അനീതിയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സഞ്ജുവിനൊരു പുത്തിരിയുള്ള കാര്യമല്ല. പക്ഷേ അത് ചെയ്യുന്നത് അനീതിയാണ്. ഇനിയും സഞ്ജു പ്രൂവ് ചെയ്യണമെന്നാണ് BCCI പറയുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം സഞ്ജുവിന് ഇനിയൊന്നും പ്രൂവ് ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സഞ്ജു വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. IPL കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കായിരുന്നു. പക്ഷേ സഞ്ജു IPL 2 സെഞ്ചുറി അടിച്ചു, മോശമില്ലാത്ത രീതിയിൽ കളിച്ചു. കാരണം സഞ്ജുവിന് അങ്ങനെയും തള്ളിക്കളയാൻ BCCIക്ക് പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ അഭിഷേക് ശർമ്മയെ പുറത്തിരുത്തുമെന്ന് എനിക്കറിയില്ല. ഈവൻ മോശം ഫോമായിട്ട് പോലും വേൾഡ് കപ്പിൽ അഭിഷേക് ശർമ്മയെ ഒറ്റ കളി പോലും പുറത്തിരുത്തിയിട്ടില്ല. പുറത്തിരുന്നു, അതൊരു പരിക്കല്ല, ഒരു ഇൻഫെക്ഷൻ. ആ വയറിന് എന്തൊരു ഇൻഫെക്ഷൻ വന്ന കാരണം കൊണ്ട് മാത്രം ഒരു കളി മിസ്സായി. അത് കാരണം കൊണ്ട് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് വെച്ചിട്ട് മുന്നോട്ട് പോവോ, അതോ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷനിലൂടെ സഞ്ജുവിന് ഓപ്പണിംഗ് കിട്ടുമോ, അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ പണി വരുന്നത് സഞ്ജുവിനാണോ എന്നൊരു സംശയം ഇല്ലാതില്ല.